ഇന്നിപ്പോൾ ശബരിനാഥൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇപ്പോൾ ഒരുപക്ഷെ BJPയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ 140 നിയമസഭാ സാമാജികർക്കും MLA ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട്. അത് നിയമസഭ നടക്കുന്ന വേളകളിൽ MLA-മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ശാസ്തമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും അതാണ്. കാരണം MLA ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം, അവരുടെ അനുവാദം വാങ്ങണം, പടികൾ കയറി മുകളിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ ദിനംപ്രതി ഒരു 100-150 ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ MLA ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ്. മിക്കവാറും എല്ലാ ദിവസവും ഉച്ചനേരത്ത് ഒരു 12 മണി മുതൽ 3-3:30 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം. ഞാനതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത്. അതിൽ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ്. ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ളൊരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. MLA 25,000 രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് 800 രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ LSTDകളുടെ മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഞങ്ങൾക്കിരിക്കാം. ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത്. MLAയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല. അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ്. കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണോ ഇരിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? കൗൺസിലർമാരും ജനപ്രതിനിധികളാണ്. അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ച് തരാൻ പറഞ്ഞു. നഗരസഭ ഒരു വാടക നിശ്ചയിച്ച് തന്നു. അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത്, അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ? ഇന്ന് സംസ്ഥാനത്തെ പല MLA-മാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ്. അത് VK പ്രശാന്ത് MLA-ക്ക് മാത്രമായിട്ടൊരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീലേഖയ്ക്ക് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുകയാണ്. ഇതാണോ നേരത്തെ ഇരുന്ന BJP കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിൻ്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത്? അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൻ്റെ ചിത്രമാണ് ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലോ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അവിടെ കൃത്യമായി കൗൺസിലറുടെ ഓഫീസുണ്ട്, ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട്. ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി. അവിടെ ഒരു 4-5 പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാം, കൗൺസിലർക്കും 4-5 പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം, ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത്. അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല. അപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യമുണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് MLA ഓഫീസാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, MLA വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഇത്രയും കിട്ടുന്നേ കൊള്ളായിരുന്നു. വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് MLA അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും ഉള്ളത്. അതിൻ്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം. ഞാൻ വാങ്ങുന്ന തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 50,000 രൂപയാണ്. എല്ലാ അലവൻസും കൂടെ ചേർത്ത്. അതിൽ റെൻ്റൽ അലവൻസ് എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഇല്ല. ഈ 50,000 രൂപയ്ക്ക് പുറമെ ഒരു 10-20,000 രൂപ TA ആയും മറ്റുമൊക്കെ ലഭിക്കാം. അത് ഏറെയും കുറഞ്ഞു ഇരിക്കാം. ചിലപ്പോൾ 12,000 രൂപയായിരിക്കും, ചിലപ്പോൾ 20,000 രൂപയായിരിക്കാം, അങ്ങനെ ആവാം. അപ്പോൾ ഈ തുകയാണ് MLAക്ക് ലഭിക്കുന്ന ആനുകൂല്യം.
ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? പിന്നെ ഇന്ധന അലവൻസും മറ്റു കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കൂപ്പണാണ് നൽകുന്നത്. നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ MLA മാർക്കും അത് നൽകുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത നിലയിൽ MLAയെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJPയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത്. BJPക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 30,000 രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത്. അപ്പോൾ നഗരസഭ അത് ഇപ്പോൾ 850 രൂപയാണ് വാടക, അത് കുറഞ്ഞു പോയി എന്നാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇത്രയും നാൾ 7 വർഷമില്ലാത്ത ഒരു ആക്ഷേപം BJP ഉന്നയിക്കുകയും MLA അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന്. അദ്ദേഹം MLA ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത്? ഞാൻ എൻ്റെ സ്വദേശം കഴക്കൂട്ടമാണ്. അവിടെ കുടുംബ വീടുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ്. എന്തിനാ? ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം. വട്ടിയൂർക്കാവിൻ്റെ MLA ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റിടത്തും പോകേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ MLA കാണാം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിന് ശബരിനാഥൻ കൂട്ടുനിൽക്കുകയാണ്. അദ്ദേഹം തെറ്റുതിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.